1 തിമോത്തിയോസ് 2:13-14. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. ഇന്നത്തെ വിഷയം വഞ്ചിക്കപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നു, സ്ത്രീക്ക് പറ്റിയ കുഴപ്പം എന്താ? അവൾ വഞ്ചിക്കപ്പെട്ടു. അങ്ങനെ അവൾ ലംഘനത്തിൽ അകപ്പെട്ടു. ഹൗവ വഞ്ചിക്കപ്പെട്ടാണ് തെറ്റിലേക്ക് പോയത്. വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് വിചാരിച്ച് അങ്ങ് ചെയ്തു. അതാണ് വഞ്ചന എന്ന് പറയുന്നത്. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ശരിയാണെന്ന് അറിഞ്ഞിട്ട് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്തതാണ്. അതുകൊണ്ട് സത്യം ശരിയായ വിധത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും വഞ്ചിക്കപ്പെടാനിടയുണ്ട്. അപ്പോൾ വഞ്ചന എന്ന് പറയുന്നത് ഒരു ആത്മാവാണെന്ന് വചനം പറയുന്നു. വഞ്ചനയുടെ ആത്മാവ്, ആ വാക്യം അറിയാമോ? വഞ്ചനയുടെ ആത്മാവാണ്. 1 യോഹന്നാൻ 4:6. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്കിതിനാൽ അറിയാം. ഇതിനാൽ അറിയാം എന്ത്? വഞ്ചനയുടെ ആത്മാവ് ഏത്, സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്ന് ഇതിനാൽ അറിയാം. ഏതിനാൽ? ഞങ്ങൾ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്നവർ സത്യത്തിൻ്റെ ആത്മാവിൽ നിൽക്കുന്നവർ, അല്ലാത്തവരെല്ലാം വഞ്ചനയുടെ ആത്മാവിൻ്റെ കീഴിൽ ഉള്ളവർ. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവുണ്ട്, വഞ്ചനയുടെ ആത്മാവുണ്ട്. വഞ്ചനയുടെ ആത്മാവ് എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു, വഞ്ചനയിൽ അകപ്പെടുത്തുന്നു. എന്നിട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ചങ്ങ് ജീവിക്കുന്നു. ഭയങ്കര കഷ്ടമല്ലേ അങ്ങനെ വരുന്നത്? അവരുടെ ഹൃദയത്തിൽ അവർക്ക് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഡിസെപ്ഷൻ കാരണം അവർ തെറ്റിപ്പോയിരിക്കുക. ആഗ്രഹം ശരി ചെയ്യണമെന്നാണ്, പക്ഷെ അവർ അറിഞ്ഞ സത്യങ്ങൾ സത്യമെന്ന് വിചാരിച്ചിരുന്നവയൊന്നും സത്യമല്ലായിരുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ പറയുന്ന വചനം സ്വീകരിക്കുന്നവരാണ് സത്യത്തിൻ്റെ ആത്മാവിൻ്റെ കീഴിലുള്ളവർ, അല്ലാത്തവരെല്ലാം വഞ്ചനയുടെ ആത്മാവിൻ്റെ കീഴിലാന്ന് പറയുന്നു. ഇതേ ലേഖനത്തിൽ നമ്മൾ വേറൊരു വാക്യം കാണുന്നുണ്ട്. 1 യോഹന്നാൻ 1:8. ഒന്നാമത് സാത്താൻ വഞ്ചിക്കുന്ന ഏരിയ ഇതാണ്. ഏറ്റവും ആദ്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. ഒന്നാമത്തെ കാര്യം അവൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, നീ എന്ത് പാപം ചെയ്തിട്ടുള്ളത്? നീ പാപം ചെയ്താലല്ലേ രക്ഷകൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നീ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടാണ് പാപം ഒന്നും ചെയ്തില്ലെങ്കിലും പാപമുണ്ട് എന്ന് പറയുന്നത്? ഒരു പാപം ചെയ്തിട്ടില്ല അങ്ങനെ പറയുന്ന ഒരാളോട് നമ്മൾ എന്ത് ഉത്തരം പറയും? ഞാനൊരു പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരാളോട് എന്ത് പറയാൻ പറ്റും? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമെന്ന് പറയാം. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം എന്ന് പറയാം. പിന്നെ നമ്മൾ ആദാമിൽ നിന്ന് ജനിച്ചുകൊണ്ട് പാപമുണ്ടെന്ന് പറയാം. അതാണ് അവൻ തന്നെ ഉണ്ടാക്കിയ റൂള് അനുസരിച്ചാണ് അവന് തെറ്റില്ല എന്ന് തോന്നുന്നത്. ദൈവത്തിൻ്റെ റൂൾ അനുസരിച്ചല്ല അവൻ തന്നെ അളക്കുന്നത്. അതുകൊണ്ടാണ് അവന് പാപമില്ല എന്ന് അവൻ പറയുന്നത്.
അപ്പോൾ അങ്ങനെ പറയുന്നവൻ തന്നെത്താൻ വഞ്ചിക്കുന്നു, അവനെ തന്നെ അവൻ വഞ്ചിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പല ആളുകളും ഇങ്ങനെ പറയുന്നവരുണ്ട്, ഞാൻ ഒരു പാപവും വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഞാൻ പലപ്പോഴും എനിക്ക് അങ്ങനത്തെ ഉത്തരങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വചനം പറയുന്നുണ്ട് എന്തിനാണ് കർത്താവ് ന്യായപ്രമാണം കൊടുത്തതെന്ന്. ന്യായപ്രമാണം പാപത്തെ വെളിവാക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് പാപമുണ്ട് എന്ന് വെളിപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ് ന്യായപ്രമാണത്തെ കൊടുത്തത്. സോ ദാറ്റ് യു വിൽ നോ ദാറ്റ് യു ഹാവ് സിൻഡ്. അപ്പോൾ എന്നാൽ യേശു എന്താണ് ചെയ്തത്? യേശു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ന്യായപ്രമാണം നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ന്യായപ്രമാണത്തെ സംബന്ധിച്ച് നമ്മൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണമല്ല നമ്മളെ ഇപ്പോൾ ഭരിക്കുന്നത്. ഇപ്പോൾ ഭരിക്കുന്നത് എന്താണ്? യേശുവിലുള്ള നമ്മുടെ വിശ്വാസം. യേശുവിൽ കൂടെയാണ് നമുക്ക് ദൈവമായിട്ട് ബന്ധം. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പാപം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് നീ നേരിട്ട് സമ്പർക്കമില്ലാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അത് പറയുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആവും. എന്ന് പറഞ്ഞാൽ മറ്റത് പ്രവൃത്തിയിൽ ആണ് നോക്കുന്നത്, എണ്ണമാണ് നോക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് അബൌട്ട് റിലേഷൻഷിപ്പ്. പാപം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്. ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കുന്നതാണ് പാപം. അത് പറയുമ്പോൾ തന്നെ കുറേ മനസ്സിലാവും. കർത്താവ് നിൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ടോ? ദൈവം നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ എന്നൊക്കെ. അപ്പോൾ ചില ആളുകൾ എൻ്റെ അടുത്ത് അങ്ങനെ പറയുമ്പോഴും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് രാത്രിയിൽ നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരാറുണ്ട് ചിലപ്പോൾ എന്നൊക്കെ. മുല്ലപ്പൂ രാത്രിയിലാണ് വിരിയുന്നത്. അവിടെ അടുത്തെങ്ങാനും മുല്ല ഉണ്ടെങ്കിൽ മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ ചിലപ്പോൾ വന്നതിരിക്കും ഇല്ലേ? ശരിയല്ലേ? മുല്ലപ്പൂ രാത്രിയിലല്ലേ വിരിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ബന്ധത്തെ കാണിക്കുന്നത്. ദൈവവുമായിട്ടുള്ള, ശരിക്കും പറഞ്ഞത് കേട്ടോ ഇങ്ങനെയൊക്കെ. അപ്പോൾ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ ഒരുക്കമുണ്ട്. അവൻ നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കും. ശരിയല്ലേ? ഇന്ന് നമ്മളോട് സംസാരിക്കുന്നില്ലേ? കർത്താവ് നമ്മളോട് സംസാരിക്കുന്നില്ലേ? ഹല്ലേലൂയ. അപ്പോൾ ആ ബന്ധം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നമ്മളൊന്നും ചെയ്യാതെ യേശുവിൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് ഇങ്ങനെയുള്ളൊരു ബന്ധം സാധിച്ചു എന്നുള്ളതാണ് പാപം മാറി എന്നുള്ളതിൻ്റെ തെളിവ്. ഹല്ലേലൂയ. പാപം മാറിയില്ലേ? ഇപ്പോഴും പാപത്തിലല്ലല്ലോ. അപ്പോൾ ഈ വാക്യം തന്നെ എന്നെ കുടുക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ പാപിയാണെന്ന് പറയുന്നതാണ് ശരി. കാരണം അപ്പോൾ വഞ്ചിക്കുകയല്ല, അത് സത്യമാണ്. വാസ്തവത്തിൽ അതൊരു വഞ്ചനയായിരുന്നു അല്ലേ? ശരിയല്ലേ? അത് തന്നെ ഒരു വഞ്ചനയായിരുന്നു. ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊരു വഞ്ചനയാണ്. കാരണം എന്താ? സത്യത്തിൽ എന്താണ്? ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ പാപത്തെ മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞു, മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇന്ന് പാപമില്ല. അത് ഈ 1 യോഹന്നാനിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട് അല്ലേ? 3-ാം അധ്യായത്തിൽ 5-ാം വാക്യം, പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഹല്ലേലൂയ. അപ്പോൾ നമുക്കിതാണ് കർത്താവ് തന്നതായിട്ടുള്ള ബന്ധം. അപ്പോൾ നമ്മളെ തന്നെ വഞ്ചിക്കരുത്. പാപമുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചെങ്കിലേ രക്ഷകൻ്റെ അടുത്തേക്ക് വരാൻ ഒക്കുള്ളൂ എന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ശരിയല്ലേ? 9-ാം വാക്യം, നമ്മുടെ പാപങ്ങളെ 1 യോഹന്നാൻ 1:9, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അല്ല, 1 യോഹന്നാൻ 1:9, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവൻ വിശ്വസ്തനും നീതിമാനുമായതുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യുന്നു? സകല പാപവും നീക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് അവൻ്റെ നീതിയാണ്, അവൻ്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. നമ്മളെ പാപം നീക്കി സകല അനീതിയും പോക്കി. അനീതി പോക്കി കഴിയുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്?
നീതി. അപ്പം നീതി ലഭിപ്പാൻ കർത്താവ് വിശ്വസ്തനും നീതിമാനുമായിട്ട് നമ്മൾക്ക് ഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ലേഖനം 1:22. യാക്കോബ് 1:22. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. അപ്പോൾ വചനം എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരില്ല. അങ്ങനെയാണെങ്കിലും നീ നിന്നെ തന്നെ ചതിക്കുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, നമ്മൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ മുഴുവൻ മാറ്റി എന്ന് പറയും, പക്ഷെ അതേസമയം പാപിയാണെന്നും പറയും അല്ലേ. ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. വചനം കേട്ടു, യേശു നമ്മുടെ പാപങ്ങളെ മാറ്റി എന്നുള്ള വചനം കേട്ടെങ്കിലും അതിൽ നിൽക്കുന്നില്ല, അതിൽ നിലനിൽക്കുന്നില്ല. എന്നും ഇതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടു, അതിനുശേഷം ചെയ്യുന്ന പാപങ്ങളെല്ലാം ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു 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 കാര്യമായിരുന്നെങ്കിൽ നമുക്ക് രക്ഷ തന്നെ കിട്ടുമായിരുന്നില്ല. ശരിയല്ലേ? എന്താ കാര്യം? യേശു മരിച്ചത് 2000 കൊല്ലം മുമ്പാണ്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്ന അന്ന് വരെയുള്ള പാപം ക്ഷമിക്കാൻ പറ്റുന്നവന് പറ്റണമെങ്കിൽ അപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെയും അവൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അല്ലേ. കാരണം എന്താ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷ പോലും കിട്ടില്ലായിരുന്നു ഇപ്പം. കാരണം ഇപ്പോഴാണ് ജനിച്ചത്, നമ്മുടെ പാപങ്ങൾ ഇപ്പോഴാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് യേശു 2000 കൊല്ലം മുമ്പ് തന്നെ മരിച്ചതുകൊണ്ട് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പാണ് അവൻ സാധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മരണം വരെയുള്ള എല്ലാ പാപങ്ങളെയും അവൻ ഡീൽ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് വചനത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ നമുക്കുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൻഡ് വി ക്യാൻ ആക്ട് ലൈക്ക് ജീസസ്. ഹല്ലേലൂയ. അവനെയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പ്രിയ മക്കൾ എന്ന പോലെ അവനെ അനുകരിപ്പീൻ. അവനെയാണ് നമുക്ക് അനുകരിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള ഒരു ധൈര്യം നമുക്ക് വരുന്നത് എപ്പോഴാണ്? നമ്മുടെ പാപം എല്ലാം ഡീൽ ചെയ്ത് കഴിഞ്ഞു എന്ന് അറിയുമ്പോഴാണ്. നമ്മളുടെ കുറ്റബോധം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇതിന് മുതിരാതിരിക്കുന്നത്. കർത്താവിനെ പോലെ ആക്ട് ചെയ്യാനായിട്ട് മടിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറ്റബോധമാണ് അതിൻ്റെ കാരണം. പിന്നിൽ ഞാൻ ചെയ്താൽ ഞാനിത് ഇങ്ങനെ പറഞ്ഞാൽ നടക്കുമോ എന്നുള്ളതാണ്. യേശു പറഞ്ഞാൽ നടക്കും, പക്ഷെ ഞാൻ പറഞ്ഞാൽ നടക്കുമോ? സീബായ് അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ ആ ചെയ്ത യാഗം ഇന്നും നമുക്ക് വേണ്ടി ഉള്ളതാണ്. നമ്മുടെ സകല പാപങ്ങളെയും എന്നേക്കുമായിട്ട് മോചിച്ചതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വിശുദ്ധിയാണ് ഇപ്പം നമുക്കുള്ളത്, യേശുവിൻ്റെ നീതിയാണ് ഇപ്പം നമുക്കുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ബോധ്യമുള്ളവരാണ് അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ബോധ്യത്തിൽ നിൽക്കുന്നവർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏത് ബോധ്യത്തിൽ? കർത്താവ് എന്നെ ശുദ്ധീകരിച്ചു, എന്നെ വിശുദ്ധീകരിച്ചു, എന്നെ നീതീകരിച്ചു, എന്നേക്കുമായിട്ട് എന്നെ വീണ്ടെടുത്തു. ഞാൻ അവൻ്റെ സ്വന്തമാണ്, വീണ്ടെടുത്തതാണ്, വില കൊടുത്ത് അവൻ എന്നെ വാങ്ങിയതാണ് എന്നുള്ള ബോധ്യത്തിൽ നിൽക്കുന്നവർക്കെല്ലാം ഇതുപോലെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വചനം കേൾക്കുക മാത്രമല്ല, അതിനെ ചെയ്യുന്നവരായും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്യം മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. പക്ഷേ മറ്റു പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. മുമ്പ് ചെയ്യാൻ സാധ്യമല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്താ കാര്യം? ക്രിസ്തു നമ്മിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവനാണ് ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത്. ക്രിസ്തുവാണ് നമ്മിൽ കൂടെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ തന്നെയല്ല അത് ചെയ്യുന്നത്. അവനാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. എന്നെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ തന്നെ ചെയ്യാൻ നോക്കിയാൽ സാധ്യമല്ലായിരുന്നു നേരത്തെ, പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത് സാധ്യമാണ്. വചനത്തിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ
പറ്റും. ഹല്ലേലൂയ. കാരണം എന്നെ ശക്തീകരിക്കുന്നവൻ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവൻ ഇനി വരേണ്ടവനല്ല, അവൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 1:26 നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമെത്രേ. അപ്പോൾ ഭക്തനാണോ നിന്റെ നാവിന് നീ ഒരു കടിഞ്ഞാണിടും? കടിഞ്ഞാണിടുന്നവനാണ് ഭക്തൻ, അല്ലാത്തവൻ ഭക്തനല്ല. അപ്പം നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവനാണ് ഭക്തൻ. അപ്പോൾ അല്ലെങ്കിൽ നിന്റെ ഭക്തി വ്യർത്ഥാണ്, ഒരു ഉപയോഗമില്ല. നീ നിന്നെ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? നമ്മുടെ വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം എന്താ? എല്ലാ വാക്കുകളും എവിടെ നിന്നാണ് വരുന്നത്? ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നാണ് ഈ വാക്കുകളെല്ലാം വരുന്നത്. വായ് പ്രസ്താവിക്കുന്ന എല്ലാ വാക്കുകളും ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് അത് നമ്മളുടെ ഉള്ളിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. അത് പ്രവർത്തിക്കും, അതുപോലെ തന്നെ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ വാക്കുകളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഭക്തൻ എങ്ങനെയായിരിക്കും? ഭക്തൻ എപ്പോഴും നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? ഒരു അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് വന്ന മാറ്റം എന്താണ്? അവരുടെ നാവിനാണ് മാറ്റം, അല്ലേ? ഹല്ലേലൂയ. നാവിനാണ് മാറ്റം വന്നത്. പ്രൈസ് ദി ലോർഡ്. നേരത്തെ ഒന്ന് പറയുമെങ്കിലും വേറെ ഒന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സത്യത്തിൽ നടക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ അല്ലേ? അതോ ആക്ടിങ് ഉണ്ടോ ഇപ്പോഴും? പുറത്തൊന്ന് പറയുക, അകത്ത് വേറെ ഒന്ന് ആയിരിക്കുക. അങ്ങനെയാണോ? ഇപ്പം നമ്മൾ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവരാണ്. കാരണം എന്താ? ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു, മറ്റുള്ള ആളുകളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് വാക്കുകൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ നടപ്പിൽ വരും. ഹല്ലേലൂയ. അപ്പോൾ എന്ത് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പ്രസ്താവിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനുഗ്രഹങ്ങളാണ് നമ്മൾ പറയേണ്ടത്. നമ്മുടെ മേലെ തന്നെ അനുഗ്രഹങ്ങൾ നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്. വലിയ വലിയ ദൈവദാസന്മാരൊക്കെ ഇന്നായിരിക്കുന്ന ആളുകൾ, അവർക്ക് ആരും ഒരു ബ്ലെസ്സിങ് പറയാനില്ലാത്തപ്പോൾ അവർ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് തന്നെത്താനെ ബ്ലെസ്സിങ് പറയുമായിരുന്നു. തലയിൽ സ്വന്തം കൈ വെച്ചിട്ട് നീ ബ്ലെസ്ഡ് ആണെന്ന് പറഞ്ഞ് അവരെ തന്നെ ബോധ്യമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പലർക്കും. എല്ലാവർക്കും ഏത് നേരവും നമ്മളെ നീ ബ്ലെസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നീ തന്നെ നിന്നോട് പറയണം ഞാൻ ബ്ലെസ്ഡ് ആണെന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള സകല ആത്മീയാനുഗ്രഹവും ഇന്ന് എനിക്കുള്ള അവകാശമാണ്. അത് എൻ്റേതാണ്. എൻ്റെ അപ്പൻ്റെ സമ്പത്ത് മുഴുവൻ എനിക്കുള്ളതാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് സമ്പത്തിൻ്റെ കാര്യം ഓർക്കണ്ട. സമ്പത്തും ഉണ്ട്, ഓഫ് കോഴ്സ്. എല്ലാ അനുഗ്രഹങ്ങളും, ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത് മെയിൻലി ദിവ്യ സ്വഭാവമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്വഭാവം. നേരത്തെ എപ്പോഴും സ്വാർത്ഥതയായിരുന്നു. എപ്പോഴും നമുക്ക് നമ്മുടെ കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല ചിന്ത. മറ്റാളുകൾക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ മറ്റേ കുന്നുകുളത്ത് ഒരു കുട്ടി ഭയങ്കര പ്രയാസത്തിൽ കൂടെ പോവുക. അപ്പോൾ എല്ലാവർക്കും അതിശയം, എങ്ങനെ ഈ കുട്ടിക്ക് കൂട്ടത്തിലിരുന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത്, ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് മറ്റാളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കുട്ടിക്ക് എങ്ങനെ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നു എന്ന് എല്ലാവർക്കും അതിശയം തോന്നുക. എന്താ കാര്യം? ഷീ ഈസ് നോട്ട് തിങ്കിങ് അബൌട്ട് ഹെർ സെൽഫ്, ഷീ ഈസ് തിങ്കിങ് അബൌട്ട് ഗോഡ് ആൻഡ് ഹിസ് കിങ്ഡം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, മറ്റുള്ള ആളുകളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റും. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ, പലരും ഈ വ്യക്തിയോട് പറഞ്ഞു എന്ന് പറയുന്നു,
ആത്മഹത്യ ഒന്നും ചെയ്യല്ലേ കേട്ടോ, ആത്മഹത്യ ഒന്നും ചെയ്യല്ലേ കേട്ടോ. അപ്പോൾ ആത്മഹത്യ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാനതൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തിനാ ഞാനത് ചെയ്യണത്? അതെന്തുകൊണ്ടാണെന്നറിയോ? അല്ലെങ്കിൽ ഞാൻ മുമ്പായിരുന്നെങ്കിൽ ഞാൻ ചെയ്തു പോയനെ. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യില്ല. എന്താ കാര്യം എന്നറിയോ? എനിക്ക് യേശുണ്ട്. ഈ യേശുവിനെ വേണോ? കൊളുത്ത് ഇവിടെ വന്നാ ഇപ്പോൾ. എന്താ മറ്റേ ആത്മഹത്യ ചെയ്യില്ലെന്ന് പറഞ്ഞ് ഉപദേശിച്ച ആൾക്ക് ഇപ്പോൾ കൊളുത്ത് വീഴുക. എന്താ? യേശുവിനെ വേണോ നിനക്ക്? ഈ യേശു, എന്നെ നിലനിർത്തുന്ന യേശു, എന്നെ സന്തോഷമുള്ളവളാക്കി നിർത്തുന്ന യേശുവിനെ നിനക്ക് വേണോ? ഞാനിത് ചെയ്യാൻ പോകുന്നില്ല. Hallelujah, because I have Jesus today. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. അപ്പോൾ ദിവ്യ സ്വഭാവം. ഇന്ന് അവൾക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. Hallelujah. Hallelujah. സാഹചര്യങ്ങളല്ല അവളുടെ സന്തോഷത്തിന് ആധാരം. യേശുവാണ് അവളുടെ സന്തോഷത്തിന് ആധാരം. Praise the Lord. യേശുവാണ് അവളുടെ സമാധാനം. Praise the Lord. Hallelujah. Thank you, Lord. ഇന്ന് അതുപോലെ തന്നെയുള്ള വേറെ ഒരാളും കൂടെ ഇന്ന് വന്നിരുന്നു. ദൂരെയാണ്, പക്ഷെ എന്നെ കാണിക്കാൻ വന്നതാണ്. പുതിയ കാറ് കിട്ടി. ഭർത്താവ് തീരെ നോക്കാത്ത ഒരാൾ, തന്നെ പിള്ളേരെ വളർത്തുന്ന ഒരാൾ, പുതിയൊരു കാറ് കിട്ടിയപ്പം അത് കാണിക്കാൻ വന്ന, ബ്ലെസ് ചെയ്ത് പോകാനായിട്ട് വന്ന. ഞാൻ കരഞ്ഞുപോയി ശരിക്കും. ദൈവത്തെ വിളിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് പറയുന്നത് സത്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് കരച്ചിലില്ല, പക്ഷെ എനിക്കാ കരച്ചിലായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇതിലും നല്ല കാറുകളൊക്കെ കിട്ടും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറയാം, കർത്താവിൻ്റെ അടുത്ത് സ്വപ്നത്തിൽ പറഞ്ഞു 13 ലക്ഷത്തിൻ്റെ ഒരു കാർ എനിക്ക് കിട്ടുമെന്ന്. ദിസ് ഈസ് ഓ ഗോഡ്. അവൻ ഭർത്താവ് നോക്കാത്തവർക്ക് അവൻ ഭർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പനില്ലാത്തവർക്ക് അവൻ അപ്പനാണ്, അമ്മയില്ലാത്തവർക്ക് അവൻ അമ്മയാണ്. ഒന്നിനും കുറവ് വരത്തില്ല. നമ്മുടെ കർത്താവുണ്ടെങ്കിൽ നമുക്ക് സകലവും ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകലത്തെയും നിറയ്ക്കുന്നവൻ്റെ നിറവാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. ഗലാത്യർ 6:7. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യനും വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തെ ആരും പരിഹസിക്കരുത്. കാരണം എന്താ? മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അവിടെ വഞ്ചനപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്യം 8, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുന്നു, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഹല്ലേലൂയ. എന്താണ് ഈ ജഡത്തിൽ വിതയ്ക്കുന്നത്? നമ്മളെപ്പോഴും ജഡത്തിൽ വിതയ്ക്കുക എന്ന് പറയുമ്പം എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളങ്ങ് ചിന്തിച്ചു പോകും അല്ലേ? ജഡത്തിൻ്റെ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞാൽ അത് വാസ്തവമാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് പോകുന്നവൻ ആത്മീകനായിരിക്കില്ല. കാരണം എന്താ? ആത്മീകന് ജഡത്തിൻ്റെ പ്രവൃത്തിയുമായിട്ട് ബന്ധം വരേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അവനെ എല്ലാ വിഷയത്തിലും അവന് തൃപ്തി കൊടുക്കുന്നത് ദൈവമാണ്. ദൈവത്തിൽ നിന്നാണ് അവനെല്ലാം ഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ആത്മാവിൽ ജഡത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ ജഡത്തിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇതിൻ്റെ ബന്ധത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നത് ജഡത്തിൽ വിതയ്ക്കുന്നതാണ്. അപ്പം നമ്മൾ പറയാണ്, അയ്യോ ഞാൻ ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് എനിക്ക് അനുഗ്രഹം ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ജഡത്തിൽ വിതയ്ക്കലാണ്. നമ്മുടെ അനുഗ്രഹത്തിന് ആധാരം ആരാ? കർത്താവ് ജഡത്തിൽ സകല ശിക്ഷയെ ഏറ്റു എന്നുള്ളതാണ്. നമുക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലാതിരിക്കേണ്ടതിന് അവൻ ജഡത്തിൽ സകല ശിക്ഷയും ഏറ്റു കഴിഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ സകല ആത്മീയ അനുഗ്രഹത്തിനും അർഹരാണ്.
അപ്പം നമ്മൾ ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ യേശു ചെയ്ത പ്രവൃത്തിയിലേക്ക് നോക്കി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനാണ് ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി വേറെയും നമ്മൾ ശരിക്കും വിതയ്ക്കുക തന്നെയാണ് എപ്പോഴും. നമ്മളുടെ ജീവിതം എല്ലാം ഒരു വിതയാണ്. എന്താ കാര്യം? ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, നേരത്തെ 6-ാം വാക്യത്തിൽ പറയുന്നത്, വചനം പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഓഹരി കൊടുക്കുന്ന വിഷയത്തിലാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് നമ്മൾ വിതച്ചാലും അതിനൊരു കൊയ്ത്തുണ്ട്. ഇപ്പം നമ്മൾ സ്നേഹം നമുക്ക് വിതയ്ക്കാൻ പറ്റും. ഹല്ലേലൂയ. കരുണ നമുക്ക് വിതയ്ക്കാൻ പറ്റും. ഒരാൾ തെറ്റ് ചെയ്യുമ്പം നമ്മളങ്ങ് ക്ഷമിക്കുന്നു, അതൊരു കരുണയാണ്. ശരിക്കും എങ്ങനെയാണ്? അവർക്ക് 2 തിരിച്ച് കൊടുക്കണം എന്നുള്ളതാണ്, അല്ലേ? കിട്ടിയതിനനുസരിച്ച് കൊടുക്കണം, അതാണ് പകരത്തിന് പകരം. എന്നാൽ കരുണ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളങ്ങ് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നുണ്ട്. ഹൃദയപൂർവ്വം നമ്മളങ്ങ് ക്ഷമിക്കുന്നു. കാരണം കർത്താവ് നമ്മളോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചവനാണ്, കരുണ കാണിക്കുന്നവനാണ്. അപ്പോൾ കരുണ കാണിക്കുന്നത് ഒരു വിത്താണ്, നമുക്കൊരു വിതയായിട്ട് കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രശ്നമുള്ള എന്താന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്ന അത്രയല്ല കൊയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ വിതച്ചുകൊണ്ടിരുന്നാൽ വലിയ ആത്മീക കൊയ്ത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിത്ത് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം കൈൻഡാണ്, ശരിയല്ലേ? വിത്ത് എപ്പോഴും അതേ സാധനം തന്നെ ഉണ്ടാക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ മാങ്ങയ്ക്ക് വേണ്ടി, മാവിന് വേണ്ടി നമ്മൾ മാങ്ങാണ്ടിയാണ് കുഴിച്ചിടുന്നത്, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ആ മാവേ ഉണ്ടാവുള്ളൂ, തെങ്ങുണ്ടാകില്ല. അപ്പോൾ സീഡ് എപ്പോഴും ആ സെയിം കൈൻഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓർക്കുക എപ്പോഴും. നമ്മുടെ എല്ലാ പ്രവൃത്തിയും ഒരു വിതയാണെന്ന് ഓർക്കുക. എന്ത് ചെയ്താലും അത് വിതച്ചുകൊണ്ടിരിക്കുക. അത് ആത്മാവിൽ വിതയ്ക്കാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്വഭാവം കാണിക്കുന്നതൊക്കെ വിത്താണ്, ഒരു വിത്താണ്. ഹല്ലേലൂയ. നമുക്കൊരു കൊയ്ത്തായിട്ട് അത് കിട്ടും. വി വിൽ ബി ഏബിൾ ടു ഡു മോർ ആൻഡ് മോർ. അധികം ലഭിച്ച്, അല്ലേ? അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിന് കാര്യവിചാരകനാക്കും, അല്ലേ? കുറച്ചേ കിട്ടിയുള്ളൂ, അത് കാര്യവിചാരകൻ ചെയ്യുമ്പോൾ കർത്താവ് കുറേ അധികം നമ്മളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. അധികത്തിന് അവൻ വിചാരകനാക്കും. പ്രൈസ് ദി ലോർഡ്. സോ നമ്മൾ ഫെയ്ത്ത്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുക. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച അറിവിനനുസരിച്ച് നമ്മളങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി വേറെ ഒരു വിതയുണ്ട്. എന്താ അത്? സുവിശേഷം, അല്ലേ? സുവിശേഷം വിതയ്ക്കാൻ പറ്റും നമുക്ക്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം വിതച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. എന്താ കാര്യം? ഉള്ളവനോടോ ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്ത് കളയും. കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ചൂടൊക്കെ അങ്ങ് പോവും, നമുക്ക് എക്സൈറ്റ്മെൻറ്റ് പോവും. ഈ സുവിശേഷം കേട്ട് ഈ സന്തോഷത്തിലൊക്കെ വന്നു, പക്ഷെ നമുക്കതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോകും. എന്താ കാര്യം? നമ്മൾ ഇതിനെ വിലയുള്ളതായിട്ട് കാണുന്നില്ല. അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് എനിക്ക് എന്താണ് ലഭിച്ചതെന്ന് ഞാൻ അറിഞ്ഞ് അതിനെ എന്താ പറയുക, എൻജോയ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് കർത്താവ് നമുക്ക് തന്ന ആ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇതൊക്കെ ഉണ്ടല്ലോ എന്നോർത്ത് നമ്മൾ അവനെ നന്ദിയുള്ളവരായിട്ടിരിക്കുമ്പോൾ നമ്മൾ സുവിശേഷം പറഞ്ഞു പോകും. ഹല്ലേലൂയ. കാരണം ഇത് നമുക്ക് കിട്ടിയത് വേറെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളും ഇത് കൊടുക്കാനുള്ളവരാണ്, നമ്മളിത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പം നന്ദിയുടെ ഒരു സൂചനയാണ് സുവിശേഷം പറയുക എന്ന് പറയുന്നത്. സുവിശേഷം പറയാത്തവർ നന്ദി ഇല്ലാത്തവരാണ്. കുറച്ച് കട്ടിയായിപ്പോയോ അത്? പക്ഷെ അതാണ് സത്യം. കട്ടിയായാലും ഇല്ലെങ്കിലും നന്ദി ഇല്ലാത്തത് കൊണ്ടാണ് സുവിശേഷം പറയാൻ പറ്റാത്തത്. യു ആർ കീപ്പിംഗ് ഇറ്റ് ടു യുവർ സെൽഫ് ഓൺലി ബിക്കോസ് യു ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു. അപ്പോൾ അത് നമ്മൾ മാറ്റണം. എന്താ? കർത്താവ് തന്നത് എന്താണെന്ന് അത് എൻജോയ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കൂടുതൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സുവിശേഷം പറയാം, കാര്യപ്പെട്ടൊന്നും അറിയില്ലെങ്കിലും നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ ചുറ്റിനുള്ളവർ ഒന്നും അറിയാത്തവരാണ്. അപ്പോൾ നമുക്ക് അറിയുന്നത്, കിട്ടിയത് അത് കൊടുക്കാൻ പറ്റും. വലിയ ആഴത്തിൽ ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ച പോലെ ഒന്നും ആഴത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിലും അതൊന്നും വേണ്ട, പുതിയ ഒരാൾക്ക് പോലും സുവിശേഷം പറയാൻ പറ്റും. അറിയുന്നതങ്ങ് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾക്കത് വിതയ്ക്കാൻ പറ്റും. വിത്ത് വിതയ്ക്കോ? സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. 1 കൊരിന്ത്യർ 6, 9, 10. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇവിടെ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്? അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല. അന്യായം ചെയ്താലും ദൈവം പാപം ക്ഷമിക്കില്ലേ? ആ കുറ്റം ക്ഷമിക്കില്ലേ? ക്ഷമിച്ചു തരില്ലേ? ഇനി ചെയ്യാൻ പോകുന്ന പാപം എല്ലാം ക്ഷമിച്ചതല്ലേ? അപ്പം പിന്നെ അന്യായം ചെയ്തതും ക്ഷമിക്കില്ലേ? എന്താ ഇങ്ങനെ എഴുതിയേക്കുന്നത്? പൗലോസിന് തെറ്റുപറ്റിയോ? ഈ ഭാഗം ഇത്രയായതൊന്ന് കട്ട് ചെയ്ത് കളയണം അല്ലേ? ഈ എപ്പിസോഡിൽ നിന്ന് ഇത്രയും ഭാഗമൊക്കെ അങ്ങ് മാറ്റിയാൽ നല്ലതായിരുന്നു. എന്തുകൊണ്ടാണ് അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പറയുന്നത്? ഇവിടെ ബാക്കി പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ? ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ദൈവരാജ്യം എന്താ ചെയ്യണ്ടേ? ബലാത്കാരാണ്, പിടിച്ചു പറിക്കാനുള്ളതാ. ശരിയല്ലേ? ദൈവത്തിൽ നിന്ന് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുക്കാനുള്ളവരാണ്. അത് ഏറ്റെടുക്കുന്നവർക്ക് മറ്റു മനുഷ്യരുടെ നിന്ന് പിടിച്ചു പറിക്കണ്ട. മറ്റു മനുഷ്യരുടെ നിന്ന് പിടിച്ചു പറിക്കുന്ന ആരാണ്? ദൈവത്തിൻ്റെ നിന്ന് പ്രാപിക്കാൻ പറ്റാത്തവർ. അവർ ദൈവരാജ്യത്തിലല്ല. ദൈവം എല്ലാം കൊടുക്കാൻ, ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അവനിൽ നിന്ന് പ്രാപിക്കാതെ അന്യായം ചെയ്ത് മറ്റാളുകളെ കവർന്ന് എടുക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ദൈവരാജ്യത്തിലുള്ളവരങ്ങനെ ചെയ്യുകയില്ല. അവരെന്താ ചെയ്യുന്നത്? കർത്താവിനോട് ചോദിക്കും, കർത്താവിൽ നിന്ന് അവർ പ്രാപിക്കും. മറ്റു മനുഷ്യരിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൽ ആശ്രയം ഇല്ലാത്തതുകൊണ്ടാണ്. കർത്താവ് നമ്മളെ വിളിക്കുന്നത് എന്തിലേക്കാണ്? ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക്, പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്. കർത്താവിലൂടെ വന്ന് കർത്താവിൽ നിന്ന്, ആ ബന്ധത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ വാങ്ങിക്കാനായിട്ടാണ്, തരാനായിട്ട് കർത്താവ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളൊന്ന് തയ്യാറായാൽ മതി. കർത്താവെ ഞാൻ റിസീവ് ചെയ്യാൻ തയ്യാറാണെന്നൊന്ന് പറഞ്ഞാൽ മതി. അവൻ തരാനായിട്ട് റെഡി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വേറെ വല്ലവരെയും ഒന്നും പിടിച്ചു പറിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവം തരുമ്പോൾ മാത്രം മതി. ഹല്ലേലൂയ. ഹി നോസ് വെൻ ടു ഗിവ്, ഹി നോസ് ഹൗ ടു ഗിവ്. അതെല്ലാം അവനറിയാം. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് ശീഘ്രത്തിൽ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി എങ്ങനെ തരുന്ന പറഞ്ഞ്? അവൻ ദീർഘക്ഷമയുള്ളവനായാലും, എന്താ വാക്യം പറയുന്നത്?
ലൂക്കോസ് 18 വേഗത്തിൽ അല്ലേ, എങ്ങനെ ചെയ്യും? വേഗത്തിൽ പ്രതിക്രിയ ചെയ്യും. പ്രതിക്രിയ ചെയ്ത് നമ്മളെ രക്ഷിക്കയില്ലയോ? അപ്പോൾ അവൻ ചെയ്യുന്നതെല്ലാം വേഗത്തിലാണ്, പെട്ടെന്ന് ചെയ്യാൻ തന്നെ അവൻ ആഗ്രഹം. ഇപ്പോൾ തരണം എന്നാണ് അവൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ വിശ്വാസം കറക്റ്റാകാൻ വേണ്ടി ചിലപ്പോൾ അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ വിടാതെ നമ്മൾ വിശ്വസിച്ച് അവനിൽ നിന്ന് പ്രാപിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സകലത്തിനും മതിയായ ദൈവം, ഹല്ലേലൂയ. ഒന്നിനും കുറവ് വരുത്താത്ത ദൈവം, നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്നവൻ, വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കാൻ വരെ ആളുകളെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദിസ് ഇസ് വാട്ട് ദ വേർഡ് സേസ്. വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അപ്പം വേറെ ആളുകൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് പോലും തീർന്നു കിട്ടും. ഹല്ലേലൂയ. വഴിയുടെ കുറവ് തീർക്കുന്നവൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുന്നവൻ, ഇങ്ങനെയുള്ളൊരു ദൈവമാണ് നമുക്ക് വേണ്ടിയുള്ളത്. ഹല്ലേലൂയ. ഓൺലി തിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു ബിലീവ് ദിസ്. അവൻ്റെ വേർഡാണിത്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് എനിക്ക് കിട്ടാത്തതെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടല്ല നമുക്ക് കിട്ടാത്തത്. ഹല്ലേലൂയ. അവൻ നല്ലവനാണ്, അവൻ ഫ്രീ ആയിട്ട് തരുന്നവനാണ്. ഹീ ജസ്റ്റ് ഗിവ്സ്. ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹങ്ങളും ഫ്രീ ആണ് യേശു ക്രിസ്തു മുഖാന്തരം. ലെറ്റ് us believe God and in his goodness. അവൻ്റെ നന്മയിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. ഹല്ലേലൂയ. അവൻ നമുക്ക് മതിയായവൻ.